ഷിംജിതയെ അത്ര പെട്ടെന്ന് പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല. ഷിംജിത മുസ്തഫ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതിലൂടെ ഒരു പാവം യുവാവിൻ്റെ, ദീപക് എന്ന് പറഞ്ഞ പാവം യുവാവിൻ്റെ ജീവൻ നഷ്ടമായ വാർത്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ അകന്നു പോകാൻ ഇടയില്ല. ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കും. ഇന്ന് പരിഗണിക്കാനിരുന്നതാണ്, പക്ഷേ ജഡ്ജി അവധിയായതുകൊണ്ടാണ് നാളെ പരിഗണിക്കുന്നത്. ഈ ഷിംജിത ഉയർത്തിയ വാദം വെറുതെ ഒന്നും പറയില്ലല്ലോ എന്ന വാദമാണ്. വെറുതെ ഒന്നും പറയില്ലല്ലോ. ഷിംജിത കൊടുത്ത വീഡിയോ കണ്ട ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നു ദീപക് കുറ്റക്കാരനല്ല, അയാൾ ബാഗ് എടുക്കുമ്പോൾ അയാൾ അറിയാതെയോ മറ്റോ കൈ തട്ടിയതായി ആണ്. അത് ഇതിനെ കച്ചവടവൽക്കരിച്ച് തൻ്റെ റീൽസിനും തൻ്റെ ഷോർട്സിനും ഒക്കെ തൻ്റെ വീഡിയോ പ്ലാറ്റ്ഫോമുകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഷിംജിത ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് 99% മലയാളികളും. എന്നാൽ 1% ഫെമിനിസ്റ്റുകൾ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അതെല്ലാം പെയ്ഡ് പിന്തുണയാണെന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ഇങ്ങനെ പിന്തുണയുമായി വന്ന ആളുകളെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ ആങ്കർമാരൊക്കെ പൊളിച്ച് അടുക്കി കൊടുക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. ഷിംജിത പറയുന്നത് വെറുതെ ഒന്നും പറയില്ലല്ലോ, വെറുതെ ഒന്നും പറയില്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കാൻ ഷിംജിതയ്ക്ക് എങ്ങനെ കഴിയും? അല്ലെങ്കിൽ ഷിംജിതയെ ആരാണ് സംരക്ഷിക്കുന്നത്? ഇത്തരം വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ഷിംജിതയെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അത് മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്, അണികളാണ് എന്ന വസ്തുതയാണ് പുറത്തു വരുന്നത്. ഷിംജിത ഒരു വീഡിയോ ഇട്ടു, ഷിംജിത അത് പോസ്റ്റ് ചെയ്തു, ഒരാൾ ജീവനൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. അതിനെ നിയമപരമായി നേരിടുന്നതിന് നിയമത്തിന്റെ വഴിക്ക് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആളിനെ സംരക്ഷിക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം ലീഗിനുണ്ട്. ലീഗ് ഈ യുവതിയെ സംരക്ഷിക്കുകയും ആ മരിച്ച യുവാവിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊപ്പമാണ് എന്ന വസ്തുതകളും വാർത്തകളുമാണ് പുറത്തു വരുന്നത്. ഷിംജിതയുടെ വാദവും അതുപോലെ പ്രതിഭാഗവും പ്രോസിക്യൂഷന്റെ വാദവും ഒക്കെ കഴിഞ്ഞു. ഒരുപക്ഷെ ഷിംജിതയ്ക്ക് നാളെ ജാമ്യം ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഷിംജിത ഉയർത്തിവിട്ട വെറുതെ ഒന്നും പറയില്ലല്ലോ എന്ന വാദം ശരിയാണോ? അതാണോ ശരി? അതോ പോലീസ് ചെയ്ത വെറുതെ ഒന്നും പിടികൂടില്ലല്ലോ എന്ന പോലീസിന്റെ വാദമാണോ ശരി എന്നുള്ള വസ്തുതയിലേക്ക് പോകുമ്പോൾ ഷിംജിതയെ സംരക്ഷിക്കുന്ന ആളുകളും കുറ്റവാളികളുടെ കൂടെയാണ്, അല്ലെങ്കിൽ കുറ്റാരോപിതരുടെ കൂടെയാണ് എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയും.